നെക്സ്റ്റ് അൽഗോരിതം റാൻഡം ഫോറസ്റ്റ്. റാൻഡം ഫോറസ്റ്റ് അൽഗോരിതം എന്ന് പറയുന്ന ഒരു എൻസംബിൾ ലേണിംഗ് മെത്തേഡാണ്. എൻസംബിൾ ലേണിംഗ് മെത്തേഡ് മീൻസ് combines multiple decision trees to improve accuracy and robustness. അപ്പോൾ മൾട്ടിപ്പിൾ ഡിസിഷൻ ട്രീസിനെ കമ്പൈൻ ചെയ്തിട്ടാണ് റാൻഡം ഫോറസ്റ്റ് എന്ന അൽഗോരിതം വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ റാൻഡം ഫോറസ്റ്റ് എന്ന് പറയുന്ന ഒരു എൻസംബിൾ ലേണിംഗ് മെത്തേഡാണ്. ഇവിടെ ക്ലാസിഫിക്കേഷന് വേണ്ടിയിട്ട് മെജോറിറ്റി വോട്ടിംഗ് ആയിരിക്കും എടുക്കുന്നുണ്ടായിരിക്കാം. ഇവിടെ ഇത് റൂട്ട് നോഡ് ആണെങ്കിൽ ഈ ഓരോ ഡിസിഷൻ ട്രീയും ഓരോ ഈ ഫുൾ ഡാറ്റയുടെ ഓരോ സബ്സെറ്റുകൾ സെപ്പറേറ്റ് ആയിരിക്കും ഇവിടെ ട്രെയിൻ ചെയ്യുന്നുണ്ടായിരിക്കും. അതായത് ഇൻഡിവിജ്വലി ആയിരിക്കും ഓരോ സബ്സെറ്റും ഓരോ ഡിസിഷൻ ട്രീയും ഇവിടെ ട്രെയിൻ ചെയ്യിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു എൻറ്റയർ ട്രെയിനിങ് ഡാറ്റ സെറ്റിനെ കംപ്ലീറ്റ്ലി അതുപോലെ തന്നെ പഠിച്ചു വെക്കാനുള്ള സാധ്യത ഇവിടെ കുറയുന്നു. ഇപ്പൊ ഡിസിഷൻ ട്രീയിൽ എന്ന് പറയുമ്പോൾ ഓവർ ഫിറ്റിങ്ങിനുള്ള സാധ്യതയുണ്ട്. അതായത് അതേ ട്രെയിനിങ് ഡാറ്റനെ അതുപോലെ തന്നെ പഠിച്ചു വെച്ച് ഒരു അൺസീൻ ഡാറ്റയിൽ കറക്റ്റ് പ്രഡിക്ഷൻ അല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നതിനെ ഓവർ ഫിറ്റിംഗ് എന്ന് പറയും. നമ്മൾ ഓൾറെഡി മുന്നത്തെ അൽഗോരിതത്തിൽ പഠിച്ചതാണ് എന്താണ് ഓവർ ഫിറ്റിംഗ് എന്ന്. ഓക്കെ, അപ്പൊ ആ ഒരു ഓവർ ഫിറ്റിങ്ങിനെ കുറയ്ക്കാനും കുറച്ചും കൂടി ആക്യുറസി കൂട്ടാനോ ആണ് നമ്മൾ റാൻഡം ഫോറസ്റ്റ് എന്ന അൽഗോരിതം യൂസ് ചെയ്യുന്നത്. അതിൽ മൾട്ടിപ്പിൾ ഡിസിഷൻ ട്രീസും ഓരോ സബ്സെറ്റ് ഇൻഡിവിജ്വൽ സബ്സെറ്റ് ഡിഫറെന്റ് സബ്സെറ്റ് ഓഫ് എൻറ്റയർ ഡാറ്റയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ സബ്സെറ്റും സെപ്പറേറ്റ് ട്രെയിനിങ് ഡാറ്റ ആയിട്ടാണ് ഓരോ ഡിസിഷൻ ട്രീയിലും ട്രെയിൻ ആവുന്നത്. അങ്ങനെ ഓരോ ഡിസിഷൻ ട്രീയും തരുന്ന റിസൾട്ടിനെ ക്ലാസിഫിക്കേഷൻ ടൈപ്പ് ആണെങ്കിൽ മെജോറിറ്റി വോട്ടിംഗ് ആയിരിക്കും എടുക്കുന്നുണ്ടായിരിക്കാം. ഈ 3 റിസൾട്ട് നോക്കിയിട്ട് അതിൽ ഏറ്റവും കൂടുതൽ സെയിം പ്രഡിക്ഷൻ ഏതാണോ വന്നത്, ഏത് ക്ലാസ് ആണോ ആ ക്ലാസ് ആയിരിക്കും പ്രഡിക്ഷൻ ആയിട്ട് തരുന്നത്. അപ്പോൾ ഓരോ ഇൻഡിവിജ്വൽ ട്രീസിലെ ഔട്ട്പുട്ടിന്റെ മെജോറിറ്റി വോട്ട് എടുക്കും. ഇവിടെ റിസൾട്ട് 1, റിസൾട്ട് 2, റിസൾട്ട് 3. അപ്പൊ ഇത് റിഗ്രഷൻ കേസിലാണെങ്കിൽ ഈ 3 റിസൾട്ടിന്റെയും ആവറേജ് എടുത്തിട്ട് അതായിരിക്കും ഫൈനൽ പ്രഡിക്ഷൻ ആയിട്ട് തരുന്നത്. റിഗ്രഷൻ ആണ് നമ്മൾ ഇതിൽ ചെയ്യുന്നതെങ്കിൽ. അതായത് റാൻഡം ഫോറസ്റ്റ് അൽഗോരിതം ക്ലാസിഫിക്കേഷനും റിഗ്രഷൻ ടൈപ്പ് പ്രോബ്ലത്തിനും നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ ക്ലാസിഫിക്കേഷന് മെജോറിറ്റി വോട്ടിംഗ് ആയിരിക്കും എടുക്കുന്നുണ്ടായിരിക്കാം. ഏത് ക്ലാസ് ആണോ കൂടുതൽ പ്രഡിക്ട് ചെയ്യുന്നത് ആ ക്ലാസ് പ്രഡിക്ഷൻ ആയിട്ട് തരും. റിഗ്രഷൻ ആണെങ്കിൽ മെജോറിറ്റി ആയിരിക്കില്ല എടുക്കുക, എന്തായിരിക്കും ആവറേജ് ആയിരിക്കും എടുക്കുന്നുണ്ടായിരിക്കും. ഇത് റാൻഡം ഫോറസ്റ്റ് ഓവർ ഫിറ്റിങ്ങിനെ റെഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ക്രിയേറ്റ് മെനി ഡിസിഷൻ ട്രീസ്, യൂസ് ഡിഫറെന്റ് റാൻഡം സബ്സെറ്റ് ഓഫ് ദ ട്രെയിനിങ് ഡാറ്റ കോൾഡ് ബൂട്ട്സ്ട്രാപ്പ് സാമ്പിൾസ്. ഇപ്പൊ ഞാൻ പറഞ്ഞു ഡിഫറെന്റ് റാൻഡം സബ്സെറ്റ് ആണ് നമ്മൾ ഓരോ ഡിസിഷൻ ട്രീയും ട്രെയിൻ ചെയ്യുന്നത്. ഈ ഒരു കംപ്ലീറ്റ് ട്രെയിനിങ് ഡാറ്റയിൽ നിന്ന് ഡിഫറെന്റ് സബ്സെറ്റുകളെയാണ് ട്രെയിൻ ചെയ്യുന്നത്. അതായത് ഇൻഡിവിജ്വലി ആണ് ഓരോ ട്രെയിനിങ് ഡിസിഷൻ ട്രീയും ട്രെയിനിങ് ചെയ്തിട്ട് ഔട്ട്പുട്ട് എടുക്കുന്നത്. അത് ഭയങ്കര ഒരു ഗുഡ് ഫീച്ചറാണ് റാൻഡം ഫോറസ്റ്റിന്റെ. അപ്പോൾ ഓരോ ട്രീയും ശരിക്കും ട്രെയിൻ ആവുന്നത് ഇൻഡിപെൻഡന്റ്ലി ആണല്ലേ. അതിൻ്റെതായ ഓരോ ഓൺ ഡാറ്റ സെറ്റ് വെച്ചിട്ട് ഇൻഡിപെൻഡന്റ്ലി ആണ് ഇവിടെ വർക്ക് ആവുന്നത്. പിന്നെ നെക്സ്റ്റ് ഫീച്ചർ എന്നാൽ അഗ്രിഗേറ്റ് പ്രഡിക്ഷൻ. ഫോർ ക്ലാസിഫിക്കേഷൻ കമ്പൈൻ പ്രഡിക്ഷൻസ് ഫ്രം ഓൾ ട്രീസ് ബൈ മെജോറിറ്റി വോട്ട്. റിഗ്രഷനിലെ ആവറേജ് ദ പ്രഡിക്ഷൻസ് ഫ്രം ഓൾ ട്രീസ്. നെക്സ്റ്റ് ഇവാലുവേഷൻ ആണ് പെർഫോമൻസ് ഇവാലുവേഷൻ. അപ്പോൾ കമ്പൈൻഡ് പ്രഡിക്ഷൻസും ആക്ച്വൽ റിസൾട്ടും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കും. എന്നിട്ട് നമ്മൾ ആക്യുറസി, അതായത് ക്ലാസിഫിക്കേഷൻ ആക്യുറസി സ്കോർ, പിന്നെ അതുപോലെ നമ്മൾ കുറച്ച് മെട്രിക്സ് പഠിച്ചിരുന്നു, പിന്നെ മീൻ സ്ക്വയർഡ് എറർ ഫോർ റിഗ്രഷനും ചെയ്ത് ഇവാലുവേഷൻ ചെയ്യും. അതിനുശേഷം നമ്മൾ കുറച്ച് പാരാമീറ്റേഴ്സ്, ഇപ്പൊ നമ്പർ ഓഫ് ട്രീസ്, എത്ര ട്രീസ് നമുക്ക് ആഡ് ചെയ്യണം, അതിന്റെ ഡെപ്ത് എത്ര, ഇതെല്ലാം കൊടുത്ത് നമുക്ക് ആ ഒരു മോഡലിനെ ഒപ്റ്റിമൈസ് ചെയ്യാം. അതിന്റെ പെർഫോമൻസ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാം, അല്ലെങ്കിൽ ഓവർ ഫിറ്റിങ്ങിനുള്ള സാധ്യത കുറയ്ക്കാം. അതിനെ പാരാമീറ്റേഴ്സ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഓവർ ഫിറ്റ് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. അതിനാണ് ഒപ്റ്റിമൈസ് ചെയ്യുക, മോഡൽ ഒപ്റ്റിമൈസ് ചെയ്യുന്നുള്ളത് ഉദ്ദേശിക്കുന്നത്.